പാർട്ട് 3 10th ക്ലാസ് ബയോളജി. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മിയോസിസിനെ പറ്റിയാണ്. മിയോസിസിനകത്ത് റിഡക്ഷൻ ഡിവിഷനാണ് സാധാരണയായിട്ട് നടക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ മൈറ്റോസിസിനെ പറ്റി നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്തു. മിയോസിസ് സാധാരണയായിട്ട് നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലാണ്. ഇപ്പോൾ അനിമൽസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിസ് ആവാം, അല്ലെങ്കിൽ ഓവറി ആവാം. ടെസ്റ്റിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം ആൻഡ് ഓവറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവ, സാധാരണയായിട്ട് ഇതിലാണ് മിയോസിസ് പ്രോസസ്സ് നടക്കാറ്. പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ആന്തേഴ്സ് ആണ്, അത് പോളൻ ഗ്രെയിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. പിന്നെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവ്യൂളും ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് 2n കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് 46 നമ്പർ ഓഫ് ക്രോമസോം. ഹാപ്ലോയിഡ് എന്ന് പറയുന്നത് 23 നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും, അതായത് n കണ്ടീഷൻ ആയിരിക്കും. ഇനി ഇതിനകത്തുള്ള സ്റ്റേജസ് നിങ്ങളുടെ സിലബസ് പ്രകാരം പഠിക്കാനില്ല. പിന്നെ ഇതിനകത്തുള്ള സം ഡിവിഷൻസ് മാത്രമേ പറയാനുള്ളൂ, വേറൊന്നുമല്ല. 2 ഡിവിഷനാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനും. അപ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ പറയുന്നത് എങ്ങനെയായിരിക്കും പെയറിങ്ങും സെപ്പറേഷനും നടക്കുന്നത് അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പാരൻറ്റ് സെല്ലാണെന്ന് വിചാരിക്കാം. ഓക്കെ, പാരൻറ്റ് സെല്ലിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റ് സെല്ലിനകത്തുള്ള ക്രോമസോം ഫസ്റ്റ് കണ്ടൻസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പോൾ 6 ക്രോമസോം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ഫ്രം മെയിൽ പാരൻറ്റ്, 3 ഫ്രം ഫീമെയിൽ പാരൻറ്റ്. 3 മെയിൽ പാരൻറ്റിൽ നിന്ന് കിട്ടിയതായിരിക്കും, 3 ഫീമെയിൽ പാരൻറ്റിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഇതെന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്തതിന് ശേഷം അടുത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോലോഗസ്, അതായത് ഒരുപോലത്തെ പെയേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്യും, ഒരിടത്ത് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഒരുപോലത്തതുണ്ട്, അപ്പോൾ അത് രണ്ടും ഒരുപോലെ അറേഞ്ച് ചെയ്യും. അങ്ങനെ അത് 2 ഒരുപോലെ അറേഞ്ച് ചെയ്ത് ലോഞ്ചിറ്റ്യൂഡായിട്ട് ക്ലോസ് ചെയ്ത് 2 അടുത്തടുത്ത് അങ്ങനെ വന്നിരിക്കും. അടുത്തെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ക്ലോസ് ആയത് തന്നെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ക്ലോസ് ആയതിന് സ്റ്റിൽ പെയേഴ്സായിട്ട് തന്നെ അതിനെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്ത് ടെട്രാഡ് ഫോം ചെയ്യും, 4 ഫോം ചെയ്യും. ആദ്യത്തെ റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോഴത്തേക്കും ക്രോമസോം എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ഡോട്ടർ സെൽസിലും ഉണ്ടാകുന്നത്, ഇതിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങോട്ട് പോകും, ഇതിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങോട്ട് പോകും, ഇതിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങോട്ട് പോകും, ഒരു ഭാഗം ഇങ്ങോട്ട് പോകും. അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് 2 സെൽസിലായിട്ട് മാറും. അതായത് 2n കണ്ടീഷൻ എന്തുമായിട്ട് മാറും? n കണ്ടീഷനായിട്ട് മാറും. ഒരു ക്രോമസോം ഈച്ച് പെയറിൽ നിന്ന് മാത്രമേ സെപ്പറേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ടെട്രാഡായിട്ടിരിക്കുന്ന യൂണിറ്റിൽ നിന്നും ഓരോ പെയറായിട്ട് എന്ത് ചെയ്യാം? അത് സെപ്പറേറ്റ് ചെയ്ത് 2 സെല്ലിലായിട്ട് മാറും. ആ 4 യൂണിറ്റ് ഇങ്ങനെ കളക്റ്റീവായിട്ട് ഇരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. ഈ ടെട്രാഡ് കണ്ടീഷൻ എഗൈൻ ഡിവൈഡ് ചെയ്താണ് 2 സെല്ലിലായിട്ട് മാറുന്നത്. ഓക്കെ, 2n കണ്ടീഷൻ n കണ്ടീഷനാവും. ഈ n കണ്ടീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദറായിട്ട് പിന്നെ നടക്കുന്നത് ഇവിടെ മൈറ്റോസിസ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് തിങ്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ മൈറ്റോസിസ് പ്രോസസ്സ് നടക്കുമ്പോൾ വീണ്ടും ഉണ്ടാകുന്ന സെല്ലല്ല n കണ്ടീഷൻ ആയിരിക്കും. മിയോസിസ് പ്രോസസ്സ് നടക്കുന്നത് 2n കണ്ടീഷൻ n കണ്ടീഷനായിട്ട് മാറും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കൈസ്മാറ്റ ഫോർമേഷനാണ്. കൈസ്മാറ്റ ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇങ്ങനെ 2 ക്രോമാറ്റിഡ്, ഇപ്പോൾ 4 ഒരുമിച്ചിരിക്കത്തില്ലേ? ഹോമോലോഗസ് ക്രോമസോംസ് എല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ 4 ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ 4 ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ ബ്രേക്കും റീജോയിനും സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫിഗറിൽ 2 അടുത്തടുത്ത് ഹോമോലോഗസ് ആയിട്ടുള്ളത് വന്നിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇവിടെ എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് സംഭവിക്കാം. ചിലപ്പോൾ ഇത് കട്ടായി പോയിട്ട് ഇപ്പുറത്തോട്ട് വരും, ഇപ്പുറത്തത് കട്ടായിട്ട് ഇപ്പുറത്തോട്ട് വരും. അതായത് ബ്രാക്ക് ആൻഡ് റീജോയിൻ സംഭവിക്കാം. അതിനെയാണ് കൈസ്മാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? പാരൻ്റൽ ക്യാരക്ടറിൽ ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. ഒരു പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പാരൻറ്റിൽ നിന്നും ചില ഡോട്ടർ സെൽസിൽ കുറച്ച് എന്താ പറയുക, കുട്ടികൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് ഇങ്ങനത്തെ കൈസ്മാറ്റ ബ്രാക്കിംഗ് ആൻഡ് റീജോയിൻ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത് പഠിക്കാനുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനാണ്. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡോട്ടർ സെല്ലുണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡോട്ടർ സെല്ലെന്ന് പറയുന്നത് പിന്നെ എന്ത് ഡിവിഷനിലോട്ട് പോകും? മൈറ്റോസിസ് ഡിവിഷൻ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ വരുന്നതില്ല n കണ്ടീഷനാണ്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന എന്നിൽ നിന്ന് വീണ്ടും n ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ മൈറ്റോസിസ് ആണ് ഡിവിഷൻ നടക്കുന്നത്. പക്ഷേ 2n കണ്ടീഷൻ n ആകുമ്പോഴത്തേക്കും അതിനെ മിയോസിസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിനെയാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയാനുള്ളത്, അപ്പോൾ ക്ലിയർ ആയല്ലോ. മിയോസിസിൽ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ പഠിക്കാനില്ല. ഈ ഒരു ഫിഗർ നോക്കി മനസ്സിലാക്കി വെക്കുക. എന്താണ് ഫിഗറിൽ പറഞ്ഞ കാര്യങ്ങൾ? മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ ഒരു പാരൻറ്റ് സെൽ, ഫോർ എക്സാമ്പിൾ മദറിൻ്റെ സെല്ലിലാണ്, മദറിൻ്റെ സാധാരണയായിട്ട് ഓവറിക്കകത്താണ് നടക്കുന്നതെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു സെല്ലുണ്ടായിരുന്നു, റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഒരു സെല്ലുണ്ടായിരുന്നു. ആ സെല്ലിനകത്ത് ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോംസ് എല്ലാം ഒരിടത്ത് വരികയും പിന്നെ അത്
ടെട്രാഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ച് രണ്ടിടത്ത് പോവുകയും രണ്ട് സെല്ലായിട്ട് ആവുകയും ചെയ്യുന്നു. ഈ ഒരുമിച്ചിരിക്കുന്ന ഹോമോലോഗസ് സമയത്ത് തന്നെ എന്ത് സംഭവിക്കാം? അവിടെ റീജോയിൻ സംഭവിക്കാം. അതിനാണ് കൈസ്മാറ്റ എന്ന് വിളിക്കുന്നത്. റീജോയിൻ സംഭവിച്ചാണ് സാധാരണ രീതിയിലുള്ള ക്യാരക്ടർ വ്യത്യാസമൊക്കെ വരുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് മിയോട്ടിക് ഡിവിഷൻ. ഇവിടെ സംഭവിക്കുന്ന ഡിവിഷൻ സ്റ്റേജസ് നിങ്ങൾക്ക് പഠിക്കാനില്ല. അടുത്ത് മിയോട്ടിക് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോസസ്സ് എല്ലാം മൈറ്റോസിസ് ഡിവിഷൻ ആയിരിക്കും. ഓക്കെ, ഇനിയുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ആണ്. മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്രോമസോം നമ്പർ 2 ആയിട്ട് മാറും അല്ലേ? 46 നമ്പർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് 23 ആയിട്ട് മാറും. അല്ലെങ്കിൽ 23 പെയർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? രണ്ട് പെയറായിട്ട്, അതായത് പകുതി വീതം 2 സെല്ലിലോട്ട് പോകും. പിന്നെ എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഫോർ മിക്സിങ് അപ്പോൾ ജീൻസ്. പിന്നെ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ജീൻസിൻ്റെ മിക്സിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു റിഡക്ഷൻ ഡിവിഷനിൽ മിക്സിങ് സംഭവിക്കുന്നുണ്ട്. ഹോമോലോഗസ് ഡിവിഷൻ ആസ് എ സെപ്പറേറ്റ് ഹോമോലോഗസ് പെയേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നതിന് മുമ്പ് അവിടെ ഒരു മിക്സിങ് സംഭവിച്ചതിന് ശേഷമാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ക്രോമാറ്റിഡ് എക്സിബിറ്റ് ഈ ഒരു സെപ്പറേറ്റിംഗ് സംഭവിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റീജോയിൻ സംഭവിക്കുന്നുണ്ട്, ബ്രേക്ക് ചെയ്ത് ജോയിൻ സംഭവിക്കുന്നുണ്ട്. അതിനെ കൈസ്മ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് അല്ലെങ്കിൽ ഇത്രയും സിഗ്നിഫിക്കൻസ് ആണ് എന്തിൽ നടക്കുന്നത്? മിയോസിസ് പ്രോസസ്സിൽ നടക്കുന്നത്. അപ്പോൾ മിയോസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷനാണ് മിയോസിസ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രോമോസോം നമ്പർ 2 ആയിട്ട് മാറും. ഈ ഒരു ടൈമിങ്ങിലാണ് ഹോമോലോഗസ് പെയറിൽ കൈസ്മാറ്റ ചേഞ്ച് ചെയ്യുന്നത്, കൈസ്മാറ്റ ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് പാരൻ്റൽ ക്യാരക്ടറിൽ നിന്നും അടുത്തൊരു തലമുറ അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷനിലുള്ള ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, കണ്ടല്ലോ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഇവിടുത്തെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും നടക്കുന്നത് കാരണം പ്രൊജനിയിൽ ഇനി ഉണ്ടാകുന്ന കുട്ടികളിൽ ചേഞ്ചസ്, ന്യൂമറബിൾ വേരിയേഷൻസ് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ സെയിം ക്യാരക്ടറും ചില കാര്യങ്ങളിൽ വ്യത്യസ്ത ക്യാരക്ടറും കുട്ടികൾ കാണിക്കുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മൈറ്റോസിസ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കറിയാം, സാധാരണ ബോഡി സെൽസ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസിൽ നടക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്ലേസ്മെൻറ്റ്, ഗ്രോത്തിനും റീപ്ലേസ്മെൻറ്റിനും റിപ്പയറിനും വേണ്ടിയിട്ടുള്ളതാണ്. 2 ഡോട്ടർ സെല്ലിനെയാണ് സാധാരണയായിട്ട് ക്രിയേറ്റ് ചെയ്യാറ്. ഇതെന്ന് പറയുന്നത് ഫുൾ സെറ്റും അതുപോലെ തന്നെ ഡോട്ടർ സെല്ലിലോട്ട് പോകുന്നുണ്ട്. ഡിപ്ലോയിഡ്, മദർ ഡിപ്ലോയിഡ് ആണെങ്കിൽ അടുത്ത ഡോട്ടറും ഡിപ്ലോയിഡ്, അതായത് നമ്മുടെ പാരൻസിൽ ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡോട്ടർ സെല്ലും ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നുണ്ട്, ഒരു സിംഗിൾ ന്യൂക്ലിയർ ആയിട്ടുള്ള ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിക്കുക? ക്രോമസോമും ജീൻസും ഓരോ ഡോട്ടർ സെല്ലുള്ളത് അതുപോലെ തന്നെ അവിടെ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇതാണ് മൈറ്റോസിസിൻ്റെ പ്രത്യേകത. മിയോസിസ് വരുമ്പോഴത്തേക്കും ഇത് സാധാരണയായിട്ട് റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് സംഭവിക്കുന്നത്. ഇവിടെ ഗമീറ്റ് ആണ് ഫോം ചെയ്യുന്നത്. 4 ഡോട്ടർ സെല്ലിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? എങ്ങനെ സംഭവിക്കുന്നു? 2n ആയിട്ട് 2 സെൽ ഉണ്ടായതിനു ശേഷം മൈറ്റോസിസ് സംഭവിച്ച് 4 സെല്ല് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ മൈറ്റോസിസിൽ 2 സെല്ലേ ഉണ്ടാവുള്ളൂ, മിയോസിസ് 4 സെല്ല് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന 4 ഹാഫ് ദി നമ്പർ ഓഫ് ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ, ഹാപ്ലോയിഡ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചതിന് ശേഷം 2 ന്യൂക്ലിയർ ഡിവിഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ക്രോമസോമും ജീൻസും റാൻഡംലി അസോർട്ടഡ് ബിറ്റ്വീൻ ദി ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സംഭവിച്ചതിൽ ക്രോമസോമും ജീനും പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആയിട്ടുന്നുണ്ട്. ഇത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ജനറ്റിക് വേരിയേഷൻസും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈറ്റോസിസും മിയോസിസിലും പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗീവ് കെയർ ആൻഡ് സ്റ്റഡി. താങ്ക് യു.